ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്നൊരു മിനി കൊറിയൻ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ കഥയിലേക്ക് പോകാം. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ജിന്നിനെയാണ് കാണിക്കുന്നത്. അവൻ ഒരു മ്യൂസിക് കമ്പോസർ ആണ്. അവൻ ഈ ഫീൽഡിൽ വലിയ സക്സസ്ഫുൾ ആകണം, നേടണമെന്ന് അവൻ വളരെ നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ അവൻ ആഗ്രഹിച്ചാലും അവന്റെ ലൈഫിൽ അവൻ തനിച്ചാണുള്ളത്. ബിക്കോസ് ഇവന്റെ അമ്മ ചെറിയ വയസ്സിൽ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അച്ഛനാണെങ്കിൽ വെളിനാട്ടിൽ ബിസിനസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് അവന്റെ ലൈഫിലെ മുക്കാൽ സമയവും അവൻ തനിച്ചായിരിക്കും ഉള്ളത്. എപ്പോഴും ആ ഒരു ലോൺലി ഫീലോട് കൂടി തനിച്ചാണ് അവന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിനെ കാണിച്ചാല് അവളുടെ ലൈഫ് ഇതിലും മോശമാണ്. അവൾക്ക് അവളുടെ പാരന്റ്സ് കൂടെയുണ്ട്. അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം അവളുടെ അമ്മ എപ്പോഴും അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിക്കാതെ മറിച്ച് അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണോ ഇഷ്ടം, അത് ഇവളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യും. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു പാരന്റിംഗ് ആണ് അവർ നടത്തുന്നത്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, തമ്മിൽ എങ്ങനെയാണ് പ്രണയിക്കുന്നത്, അതിനുശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നതാണ് കഥ. സോ നമുക്കിപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനില് ഇപ്പോ പതിവ് പോലെ നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മയുടെ കൂടെ കാറില് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ അമ്മ അപ്പോഴും ആവശ്യമില്ലാതെ അവളെ വഴക്ക് പറയുന്നുണ്ട്. നോക്ക്, നീ പഠിക്കാൻ പോയാല് നിന്റെ കാര്യം നോക്കി നീ പഠിക്കാ, തിരികെ വരാം. അത് വിട്ടിട്ട് നീ പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, നിനക്കെന്നെ ശരിക്കും അറിയാലോ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് വളരെ ഇറിറ്റേറ്റിംഗ് ആകുന്നുണ്ട്. അപ്പോ അവളും തിരിച്ച്, അമ്മ ഒന്ന് നിർത്ത്, ഞാനത് ആദ്യം മുതലേ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ കോളേജിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് അവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങിയതും എവിടെ പോയാലും ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നോളാം, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോകുന്ന പണിക്കൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണ്. ഇവളും സൈലന്റ് ആയിട്ട് ഇറങ്ങി വന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോ അവളുടെ ഫ്രണ്ട് ഹോജിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടേക്ക് വരുവാണ്. ഹോജിന് നമ്മുടെ ഹീറോയിനോട് ചെറിയ വയസ്സ് മുതൽ ഒരു ക്രഷ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവനത് തുറന്നു കാണിച്ചിട്ടില്ല. ചെറിയ വയസ്സ് മുതൽ ഇവര് രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്ന് അവന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവൻ അവളോടൊന്ന് പ്രകടിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഇപ്പോ ഹോജിൻ വന്ന് നമ്മുടെ ഹീറോയിനോട്, ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നൈറ്റ് ക്ലബിൽ പോകുന്നുണ്ട്, നീയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇവൾ ഉടനെ തന്നെ ആലോചിക്കുവാണ് അമ്മയെ കുറിച്ച്. ഹോജിന് ഇവളെ കുറിച്ച് അറിയാലോ. അപ്പോ നിന്റെ അമ്മയെ കുറിച്ചാണോ നീ ആലോചിക്കുന്നേ? നിന്റെ അമ്മ നിന്നെ എവിടേക്കും വിടില്ലല്ലോ. ശരി, എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിനക്ക് വഴക്ക് കേൾക്കണ്ട, നീ വീട്ടിൽ പൊക്കോ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് അത് വളരെ വിഷമമാകുന്നുണ്ട്. എല്ലാവരും പോയി എൻജോയ് ചെയ്യുന്നു, നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന്. പക്ഷെ നമ്മുടെ ഹീറോയിന് പബ്ബിലേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോയി എൻജോയ് ചെയ്യാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുവാണ്. അമ്മ, എനിക്ക് ഇന്ന് എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ട്, മാത്സ് സബ്ജക്റ്റ് കുറച്ച് ഡൗട്ടുകളുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലേറ്റ് ആയി വരുമെന്ന് പറഞ്ഞ് കള്ളം പറയുവാണ്. എന്നിട്ട് ഇവളും എല്ലാവരുടെയും കൂടെ പാർട്ടിക്ക് പോകുന്നുണ്ട്. ഇവള് വന്നത് കണ്ട് എല്ലാവർക്കും അത്ഭുതമാകുന്നുണ്ട്, കൂടെ ഹാപ്പി ആകുന്നുണ്ട്. പക്ഷെ അവിടെ ഇവളുടെ ഒരു സീനിയർ പയ്യൻ ഇരിക്കുന്നുണ്ട്. അവന് നമ്മുടെ ഹീറോയിനെ സെറ്റ് ആക്കണമെന്ന് കുറെ നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഹീറോയിനെ ഇവിടെ തനിയെ കണ്ടതും അവൻ എപ്പോഴത്തെ പോലെ അവളുടെ അടുത്ത് വന്ന് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ഹീറോയിൻ അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നുണ്ട്, ഇത് നോക്ക്, ഇതേപോലെ എന്നോട് സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ലെന്ന്. എല്ലാവരും മുമ്പിൽ വെച്ച് അവൾ അത് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവന് കൂടുതൽ ദേഷ്യമാണ് വരുന്നത്. എന്താ ഇവൾ ഇത്തിരി ഓവറായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിൻ ഒരു സ്റ്റേജിലും അടുത്ത് പോയി ഇവിടെ നിന്നാ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അവള് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇവളുടെ അമ്മ ഇവളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇവളാകെ ഷോക്ക് ആകുന്നുണ്ട്. എന്താ പറയേണ്ടെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുമ്പോ, ഓഹോ, എന്റെ അടുത്ത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടേക്കാണോ നീ വന്നിരിക്കുന്നേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് കള്ളം പറയുമെന്ന് പറഞ്ഞിട്ട് ആ റോഡിൽ എല്ലാവരും മുമ്പിൽ വെച്ച് ഹീറോയിന്റെ മുഖത്തടിക്കുവാണ് അമ്മ. പാവം നമ്മുടെ ഹീറോയിന് ഒരുപാട് മടുത്തു പോയി. കരഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിൽ ആലോചിക്കുവാണ്, ഇതാണ് എന്റെ ലൈഫ്, ഇവരുടെ കോട്ട തകർത്ത് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. കാരണം അതിലൊരു കൂട്ടിൽ ഞാൻ അകപ്പെട്ടിരിക്കുവാണ്. ആ കൂട്ടിൽ എന്നെ അടിച്ചത് ഞാൻ തന്നെ അല്ലല്ലോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ആലോചിക്കുമ്പോഴാണ് എതിർവശത്ത് നിന്ന് നമ്മുടെ ഹീറോ നടന്നു വരുന്നത്. അപ്പോ അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹീറോയിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം അവന് പെട്ടെന്ന് ഓർമ്മ വരുവാണ്. ബിക്കോസ് നമ്മുടെ ഹീറോയിനെ ഇപ്പോഴല്ല ഫസ്റ്റ് ടൈം കാണുന്നത്. ഇവര് തമ്മിൽ ഒന്നിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് മാത്രമല്ല, ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ സ്കൂളിൽ വെച്ച് അവളുടെ അമ്മയുമായിട്ട് തല്ലുകൂടി വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതും നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോ നമ്മുടെ ഹീറോ ഓർത്തിട്ട് അവളെ നോക്കുവാണ്.
ഈ പെണ്ണ് അന്നും കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്, ഇന്നും കരയുന്നുണ്ട്. എന്തായിരിക്കും ഇവൾക്ക് പ്രശ്നമെന്ന് അവൻ നോക്കിയിട്ടേ അവിടെ നിന്ന് നടന്നു പോകുവാണ്. നെക്സ്റ്റ് നമ്മുടെ ഹീറോ നേരെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുവാണ്. അപ്പൊ അവൻ കുറച്ച് ഡൗൺ ആയിരിക്കുന്നത് കണ്ട് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഹീറോയും, ഇല്ലടാ, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ എന്റെ അമ്മ എന്നെ കോള് ചെയ്തിരുന്നു, അവരോട് സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കായിരുന്നെന്ന് പറയും. ഫ്രണ്ട്സ് ഉടനെ, ഡാ സംസാരിക്കടാ, എന്തായിരുന്നാലും അവർ നിന്റെ അമ്മയല്ലേ, നീ സംസാരിക്കണമെന്ന് പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ, ഇല്ല, ഞാൻ എന്തിനു സംസാരിക്കണം, എന്നെ വേണ്ടെന്ന് വെച്ച് അവര് പോയതല്ലേ, ഇനി അവരോട് സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ലെന്ന് പറയുവാണ്. നെക്സ്റ്റ് ഹീറോ തിരികെ അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നാൽ അതാ അവന്റെ അമ്മ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടതും അവൻ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്, ഉള്ളിലേക്ക് വരാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട അവന്റെ അമ്മയും, എന്താ മോനെ, നീ ഇപ്പോഴും അമ്മയുടെ ദേഷ്യത്തിലാണോ, നീ എന്തോ സ്റ്റുഡിയോ നടത്തുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, നിനക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാല് ഹീറോ വളരെ ടെൻഷൻ ആകുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ, നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞ് അമ്മയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ പിന്നെയും അവൻ കോളേജിലേക്ക് വരുവാണ്. അന്ന് കോളേജിൽ എന്തോ ഫെസ്റ്റിവലൊക്കെ നടക്കാനായിട്ട് പോകുവാണ്. സോ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഹീറോയിനോട്, ഫെസ്റ്റിവലിന് നീയും വാടി, എല്ലാവരും വരുമ്പോ നീ മാത്രം വരാതിരിക്കുന്നത് എങ്ങനെയാ, എങ്ങനെയെങ്കിലും നീ വരാൻ നോക്കെന്ന് പറയുവാണ്. ഇവളിത് കേട്ട് ആലോചിക്കുവാണ്, എങ്ങനെ ഇതിനു വേണ്ടി അമ്മയോട് പെർമിഷൻ വാങ്ങും, അവരെന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ ഫെസ്റ്റിവലിന് പോകുമെന്ന് അവള് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് മറുപടി ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ട് ഇവളോട് ചോദിച്ച നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് അവര് ഫ്രണ്ട്സ് എല്ലാവരും ഫെസ്റ്റിവലിന് പോകും. ആ ഫെസ്റ്റിവലിന് അപ്പോ ഹീറോയിന്റെ സീനിയർ ഉണ്ടല്ലോ, അവളെ വളയ്ക്കാൻ നോക്കിയവൻ അവനും ഉണ്ടാകും. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിന്റെ നെയിം വോളണ്ടിയർ ലിസ്റ്റിൽ ആഡ് ചെയ്യുവാണ്. എന്നാലാണല്ലോ അവളെ കൊണ്ട് നിറയെ പണിയൊക്കെ എടുപ്പിക്കാൻ പറ്റൂ. പക്ഷെ ഇത് നമ്മുടെ ഹോജിൻ കാണുന്നുണ്ട്. ഉടനെ അവനും, എന്തായാലും ഈ ഫെസ്റ്റിവലിന് അവള് വരാൻ പോകുന്നില്ല, പിന്നെന്തിനാ ആവശ്യമില്ലാതെ അവളുടെ പേര് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയിന്റെ നെയിം അതിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ്. പക്ഷെ ഇത് ആ സീനിയർ ചെക്കനെ ഇഷ്ടാകുന്നില്ല. അവൻ ഉടനെ ഹോജനുമായിട്ട് തല്ലുകൂടാനായിട്ട് വരുന്നുണ്ട്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ, എപ്പോഴും ആ പെണ്ണിന്റെ പുറകെ നടന്ന് അവൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറകെ വാലാട്ടി പട്ടിയെ പോലെ നടക്കും. ഞാനാണ് ലിസ്റ്റിൽ പേരെഴുതിയത്, നിന്നോട് ഞാനത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ച് ടെൻഷൻ ആയതും ഹോജനാണെങ്കിൽ അതിലേറെ ടെൻഷനായി തിരികെ ആർഗ്യൂ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇങ്ങനെ അവര് തമ്മിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നത്. ഇവളെ കണ്ട് ചുറ്റും നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. എന്താടാ ഇത്, ഇവൾ അമ്മയെ പേടിച്ച് ഫെസ്റ്റിവലിനൊന്നും വരാറില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവൾ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞു നോക്കുവാണ്. അപ്പോ സീനിയർ ചെക്കൻ ഇവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട്, ഓഹോ രാജകുമാരി വന്നോ, ഇപ്പോഴാണല്ലോ നിന്റെ വേലക്കാരൻ നീ വരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോഴേക്ക് നീ എത്തിയോ എന്ന് ചോദിച്ച് ഒരുമാതിരി കളിയാക്കുന്നത് പോലെ ചോദിക്കുവാണ്. ഇവളത് കേട്ട് ഒരു വിഷമത്തോടെ ഹോജിന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ ഹോജൻ, ഞാൻ ഫെസ്റ്റിവലിന് വരില്ലെന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുവാണ്. ഇല്ല, നിന്റെ അമ്മ ഇങ്ങനെയുള്ളതിനോടൊന്നും പെർമിഷൻ തരാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുവാണ്. പക്ഷെ ഹീറോയിൻ കുറച്ച് ദേഷ്യത്തോടെ, നീ എന്തിനാ എന്നെ കുറിച്ച് ഇത്ര കെയർ ചെയ്യുന്നേ, ആദ്യം നീ അത് നിർത്ത്, ഞാൻ പറഞ്ഞോ എന്നെ കുറിച്ച് നീ കെയർ ചെയ്യണമെന്ന്, ഇനി എന്റെ കാര്യത്തില് അന്വേഷിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ശോകത്തിൽ അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇത് കേട്ട് പാവം ഹോജന് നല്ല വിഷമാകുന്നുണ്ട്. ഇതേ ഫെസ്റ്റിവലിൽ തന്നെയാണ് നമ്മുടെ ഹീറോയുള്ളത്. അതുമാത്രല്ല ഇന്ന് അവന്റെ ബർത്ത്ഡേ കൂടിയാണ്. സോ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിഷ് ചെയ്തിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോയുടെ അച്ഛൻ അവനെ കോള് ചെയ്തിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ അവന്റെ അച്ഛനോട് ചോദിക്കും, എന്നെ കാണാൻ നിങ്ങൾ നേരിട്ട് വരില്ലേ എന്ന്. ഇല്ല മോനെ, എനിക്കിവിടെ നിറയെ ജോലിയുണ്ട്, ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട്, നിനക്ക് എത്ര ഗിഫ്റ്റ് വേണമോ അതെല്ലാം നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് കളയാണ്. ഇവൻ ഉടനെ അപ്സെറ്റ് ആകുന്നുണ്ട്. എനിക്ക് ആവശ്യം പണം അല്ല അച്ഛാ, നിങ്ങളുടെ സ്നേഹമൊക്കെയാണ്, അത് ഞാൻ എവിടെ പോയി പണം കൊടുത്ത് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇവൻ വളരെ വിഷമാകുന്നുണ്ട്. കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ഫെസ്റ്റിവലിന് ഫുഡ് റെഡിയാക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്ന് നിറയെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുടെ അമ്മ അവളെ കോള് ചെയ്യുന്നുണ്ട്. ഇവള് വർക്കിന്റെ ബിസിയിലായിരിക്കുന്നത് കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ഉടനെ ഇവളുടെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ഇവളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവളുടെ കോളേജിലുള്ള ഒരു സ്റ്റാഫിന് കോള് ചെയ്യും. സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ വരുവാണ്. ഇത് നോക്ക്, നിന്നോട് ഈ ഫെസ്റ്റിവലിന് വരാൻ ആരെങ്കിലും നിർബന്ധിച്ചതാണോ? നിന്റെ അമ്മ എന്നെ ഇതുവരെ 100 തവണയെങ്കിലും കോള് ചെയ്തിട്ടുണ്ട്, അവരെന്തിനാ എന്നെ കോള് ചെയ്യണം, ഞാൻ എന്താ നിന്റെ ഗാർഡിയൻ ആണോ, നീ എന്തുകൊണ്ടാ നിന്റെ അമ്മയോട് കോൾ എടുക്കാത്തതെന്ന് പറഞ്ഞ് ടെൻഷൻ ആകുവാണ്.
ഹീറോയിനുടനെ ഇത് നോക്ക്, എന്റെ അമ്മ നിങ്ങളെ കോള് ചെയ്താല് എന്തിനാ കോള് ചെയ്തതെന്ന് എന്റെ അമ്മയോട് തന്നെ ചോദിക്കേ. എന്തിനാണ് എന്നോട് വന്ന് തല്ലുകൂടുന്നേ? എന്റെ അമ്മ കോള് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഡിസ്റ്റർബ് ആയിരുന്നാല് എന്തിനാ അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകുവാണ് അവള്. ആ സ്റ്റാഫും ഇത് കേട്ട് ഇവൾക്ക് ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് തല്ലു പിടിക്കാനായിട്ട് പുറകെ പോകുന്നുണ്ട്. പക്ഷെ ഹോജുനാണ് തടയുന്നത്. ഇവിടെ ഹീറോയിൻ മാറി നിന്ന് അവളുടെ അമ്മയെ കോള് ചെയ്ത്, അമ്മേ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ ഫെസ്റ്റിവലിന് വരുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ വന്നത്, എന്നിട്ട് എന്തിനാ നിങ്ങൾ എന്റെ കോളേജിലെ സ്റ്റാഫിനൊക്കെ കോള് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുവാണ്. അമ്മ ഉടനെ തന്നെ, നീ മാത്രം എന്താ ഇങ്ങനെ നശിച്ചു പോകുന്നത്? നിന്നോട് പഠിക്കണമെന്ന് ഞാൻ എത്ര തവണ പറയുന്നുണ്ട്, എന്നിട്ട് പഠിക്കുന്നത് വിട്ട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ ടൈം ഒക്കെ വേസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അലറാനായിട്ട് തുടങ്ങുവാണ്. ഇവൾക്കും ഇത് വളരെ ഇറിറ്റേറ്റിംഗ് ആകുന്നുണ്ട്. അമ്മേ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും പ്രഷർ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മകള് തന്നെയല്ലേ, എന്തിനാ എങ്ങനെ ടോർച്ചർ ചെയ്യുന്നെന്ന് ചോദിച്ച് അവള് കരഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ജീവിതമേ മടുത്ത പോലെ അവിടെ നിന്ന് നടന്നു വരുമ്പോ നമ്മുടെ ഹീറോ തനിയെ ഒരു പ്ലേസിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോ ഹീറോയിൻ അവനെ നോക്കുമ്പോ ഇവനും അവളെ തിരികെ നോക്കുന്നുണ്ട്. രണ്ടുപേരും സെയിം ടൈം നീയോ എന്ന് ചോദിച്ച് ഷോക്ക് ആകുവാണ്. കാരണം രണ്ടുപേർക്കും ഓർമ്മയുണ്ട് സ്കൂൾ ടൈമിൽ മീറ്റ് ചെയ്തത്. സോ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ സൈലന്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിരുന്നാല് ഹീറോ ചോദിക്കും, നിനക്ക് എന്റെ പേര് അറിയാമോ എന്ന്. അപ്പൊ അവളും, അതെ എനിക്കറിയാം, നീയല്ലേ സ്കൂളിലെ പോപ്പുലർ ആയ പയ്യൻ. അത് ശരി, നിനക്ക് എന്റെ പേര് അറിയാമോ എന്ന് ചോദിച്ചാല് പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സ്കൂളില് നീയല്ലേ ടോപ്പർ ആയ സ്റ്റുഡന്റ്. അങ്ങനെയുള്ളപ്പോ നിന്റെ പേര് എനിക്ക് എങ്ങനെ അറിയാതിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിനും, ശരി എന്തിനാ നീ ഇങ്ങനെ തനിയെ വന്നിരിക്കുന്നെന്ന് ചോദിച്ചാല് എനിക്ക് ഒരുപാട് സ്ട്രെസ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ തനിയെ വന്നിരിക്കുന്നത്. നീയോ ഒന്ന് ചോദിച്ചാല് അതെ എനിക്കും വളരെ സ്ട്രെസ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും അവളുടെ അമ്മ അവളെ കോള് ചെയ്യുന്നത്. പക്ഷേ ഉടനെ തന്നെ ഹീറോ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സൈലന്റ് ആക്കി വെക്കുവാണ്. ഇത് കണ്ട് ഇവള് ചോദിക്കും, എന്തിനാണ് സൈലന്റ് ആക്കിയതെന്ന്. അപ്പൊ അവൻ പറയും, നിനക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആക്കിയത്. ഇനി നിനക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതാ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഇവള് പെട്ടെന്ന് ഫോൺ വാങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കണ്ട് അവനും പറയും, നോക്ക്, മറ്റുള്ളവർ എന്ത് പറയുന്ന ആലോചിച്ചിരിക്കരുത്, നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്. ഇവള് കുറച്ചു നേരം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നിട്ട്, നീയും അത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് അവൻ തിരിഞ്ഞ് അവളെ നോക്കി, നീ എന്നെ കുറിച്ച് എന്താ കരുതുന്നെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് ഹീറോയിൻ എന്തോ പോലെ ആകുന്നുണ്ട്. ഹീറോയിൻ ഹീറോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ പെട്ടെന്ന് വന്ന് അവനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഒരു നിമിഷം ഹീറോ തന്നെ ഷോക്ക് ആകുന്നുണ്ട്. പക്ഷേ ഇത് ദൂരെ നിന്ന് നമ്മുടെ ഹോജിനും കാണുന്നുണ്ടായിരുന്നു. അവനിത് കണ്ടതും വളരെ വിഷമാകുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു മിനി ഡ്രാമയാണ്, 2 പാർട്ടിൽ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് കണ്ടിന്യൂ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.